ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീനൂസ് കുക്കിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് മഷ്റൂം റൈസാണ്. മഷ്റൂം ഗാർലിക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തു വെച്ചിട്ടുണ്ട്. റൈസ് ഇനി നന്നായി കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് കുതിർത്ത് വെക്കണം. ഞാനിവിടെ ഒരു 12 മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്ത് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ മാത്രം എടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യാം. 10 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ. ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇവിടെ കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മഷ്റൂമും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. മഷ്റൂം ചേർത്തതിന് ശേഷം ഫ്ലെയിം ഹൈയിൽ വെക്കണം. മഷ്റൂമിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. മഷ്റൂമിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റിന് ശേഷം കുതിർത്ത് വെച്ച അരി ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അരിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിക്കുന്നത്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. എരിവ് കുറവാണെങ്കിൽ ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. റൈസൊക്കെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്യാം. റൈസ് ഒരു 2 മിനിറ്റും കൂടി വേവാനുണ്ട്. ഇനി ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കണം. ഈ സമയത്ത് വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചാൽ മതി. ചൂടുവെള്ളം ഇതൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് ഒരു 2 മിനിറ്റും കൂടി അടച്ചു വെക്കാം. വെള്ളം കൂടിപ്പോയാലേ ഉള്ളൂ പ്രശ്നം. കുറഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്യാം. ചില അരി വേവും കുറവും കൂടി ഇരിക്കും. അപ്പോൾ ഇനി ഒരു 2 മിനിറ്റും കൂടി അടച്ചു വെച്ച് വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. റൈസൊക്കെ ഇവിടെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. റൈസൊന്നും ഒട്ടിപ്പിടിച്ചിട്ടേ ഇല്ല. എല്ലാം വേറെ വേറെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗാർലിക് മഷ്റൂം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഗാർലിക് മഷ്റൂം റൈസാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാണ് സപ്പോർട്ട് മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.